ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് ഈ മാസം 29-ാം തീയതി സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുകയാണ്. ഒരു മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനാണ് വിതരണം ചെയ്യുന്നത്. ഇതിനായി 9,000 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിരിക്കുകയാണ്. 5 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് ഇപ്പോൾ കുടിശ്ശികയുള്ളത്. ഏപ്രിൽ മാസം മുതൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യാമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും തന്നെ ഈ പെൻഷൻ എത്തുന്നതായിരിക്കും. 5 മാസത്തെ പെൻഷനാണ് ഇനി കുടിശ്ശികയുള്ളത്. അതാത് മാസത്തെ പെൻഷൻ ഏപ്രിൽ മാസം മുതൽ തന്നെ വിതരണം ചെയ്യാമെന്നായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം. സഹകരണ ബാങ്കുകളിൽ നിന്നും കൺസോർഷ്യം രൂപീകരിച്ചു പെൻഷൻ തുക കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും പ്രതീക്ഷിച്ച തുക കണ്ടെത്താൻ ധനവകുപ്പിന് കഴിഞ്ഞില്ല. അതോടൊപ്പമാണ് ഈ വർഷം 18,253 കോടി രൂപ കടമെടുക്കാൻ കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൽ നിന്നും അനുമതി നൽകിയത്. ക്ഷേമ പെൻഷൻ വിതരണത്തിനും വിരമിക്കൽ ആനുകൂല്യത്തിനും ഈ തുക സർക്കാരിന് ആശ്വാസം തന്നെയാണ്. നേരത്തെ മാർച്ച് മാസം അവസാനം ഒരു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്തിരുന്നു. ഏപ്രിൽ മാസം വിഷു എന്നിവയോടനുബന്ധിച്ച് 2 മാസത്തെ തുക വിതരണം ചെയ്യുകയുണ്ടായി. അതിന് പിന്നാലെയാണ് ഒരു മാസത്തെ ഗഡു കൂടി വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് പെൻഷൻ വിതരണം ചെയ്യാൻ വൈകിയത്. 1,600 രൂപയാണ് ഒരാൾക്ക് നൽകുന്നത്. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുന്നതിന് 9,000 കോടി രൂപയാണ് വേണ്ടത്. ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതിൽ നേരത്തെ LDF യോഗത്തിൽ CPI വിമർശനം ഉന്നയിച്ചിരുന്നു. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് കൃത്യമായി തന്നെ അറിയിക്കുന്നതാണ്. എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.